ഇന്ന് നമുക്ക് കൊറിയൻ മഷ്റൂം ഉണ്ടാക്കിയാലോ? ആവശ്യമുള്ള സാധനം 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായി ഉടയ്ക്കുക. അതിനുശേഷം ഒരു നുള്ളു ഉപ്പ് അതിലേക്കിട്ട് ആ ഉരുളക്കിഴങ്ങ് എത്രയാണോ അതേ അളവിൽ കോൺഫ്ലവർ ചേർത്ത് നന്നായി കുഴച്ച് ഒരു ഓയിൽ ഒഴിച്ച് നന്നായി കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാവിൻ്റെ രൂപത്തിലാക്കി അതിനുശേഷം കയ്യിൽ കുറച്ച് ഓയിൽ ആക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായി എടുത്ത് ഒരു കുപ്പി എടുത്ത് അതിൻ്റെ വക്കിലും ഓയിൽ നന്നായി ആക്കുക. അതിനുശേഷം ഒരു കോണിൻ്റെ ഷേപ്പിലേക്ക് ഇതുപോലെ അമർത്തി ആ ഷേപ്പ് ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ എല്ലാം ഉരുളകളാക്കി ഇതേ ഷേപ്പിൽ ഉണ്ടാക്കി വെക്കുക. ഒരു പാത്രത്തിൽ വെള്ളം തിളച്ച ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങിനുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചതിട്ട് അതെല്ലാം പൊന്തി വരുമ്പോൾ നമ്മൾ ഊറ്റി തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിടുക. ഇതിൽ ഐസ് വാട്ടറിലേക്ക് ഇടുന്നതായിരിക്കും നന്നാവുക. ഒരു വലിയുള്ളി, 4 വെള്ളുള്ളി, ഒരു പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞു വെക്കുക. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതെല്ലാം ഇട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിടുക. ഉപ്പിട്ട ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല അതും ഇട്ട ശേഷം നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം മാറ്റുക. അതിനുശേഷം നമ്മൾ ഒരു സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിക്കുന്നത്. അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് അത് 1.5 സ്പൂൺ വരെ ഒഴിക്കാം. നന്നായി വഴറ്റുക. ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ച മഷ്റൂം ഇട്ട് നന്നായി ഇളക്കുക. പൊട്ടറ്റോ മഷ്റൂം നന്നായി ഇളക്കി അതിനോട് യോജിപ്പിക്കുക. ഗായ്സ്, രുചികരമായ കൊറിയൻ മഷ്റൂം റെഡി.